സാറേ, ഇതിന്റെ പ്രവർത്തനത്തിന് ധാരാളം തൊഴിലുറപ്പുകാരെ നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഈ തൊഴിലുറപ്പും ഈ നമ്മുടെ ഈ നഴ്സറി ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് സാറ്, എങ്ങനെയായിരുന്നു അത്? തൊഴിലുറപ്പുകാരുടെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ലേബേഴ്സ് കൂടുതലും നടന്നിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി കൂടിയാണ്. പഞ്ചായത്തിൽ നിന്നാണ് അതിനുള്ള സഹായങ്ങൾ തന്നിട്ടുള്ളത്. അതിന്റെ ചുമതലയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിന്റെ എഞ്ചിനീയറും. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന പഞ്ചായത്തിൽ. ഈ തൊഴിലുറപ്പിന്റെ ചാർജ് അപ്പൊ എന്തോരം തൊഴിൽ ദിനങ്ങളാണ് ഇതിന് വേണ്ടി? നമ്മൾ ഏതാണ്ട് 452 തൊഴിൽ ദിനങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ആദ്യം 10 സ്ത്രീകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊഴിൽ ആരംഭിച്ചത്. അതിനുശേഷം ഇത് പരിപാലിക്കുന്നതിന് വേണ്ടി 3 സ്ത്രീകൾക്ക് നമ്മൾ തൊഴിൽ കൊടുത്തിരുന്നു. തൈയുടെ വിതരണത്തെ കുറിച്ചൊക്കെ സാറ് സംസാരിച്ചല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ശരി, ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു സ്കീമുണ്ട് ഇതിന്. അതായത് തെങ്ങ് വെട്ടുന്നവർക്ക് തിരിച്ച് ഒരു തൈ കൂടെ കൊടുക്കുക എന്നുള്ളത്. ഒരു തൈ വെച്ചിട്ട് തെങ്ങ് കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ലെവലിൽ തന്നെ അതാത് വാർഡിലെ മെമ്പർമാർ പഞ്ചായത്ത് ഈ കർഷകരിൽ നിന്നും അതിൻ്റെ പൈസ വാങ്ങിച്ച് മൊത്തമായിട്ട് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായിട്ട് നമ്മുടെ ഈ നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇവരെ സഹായിക്കുന്നത് പഞ്ചായത്ത് 550 രോഗബാധിത തെങ്ങ് വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഇനം തെങ്ങിൻ തൈ വയ്ക്കുന്ന പദ്ധതി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ നഴ്സറിയിൽ നിന്നാണ് കർഷകർക്ക് തെങ്ങിൻ തൈ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തിന്റെ തെങ്ങുവെട്ടെന്ന് പറയുന്നത് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി ഈ വർഷത്തെ 2013-14 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഇതെടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തെങ്ങ് വെട്ടിമാറ്റുന്ന ഈ 550 കർഷകർക്കും പുതിയ തെങ്ങിൻ തൈ വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ നഴ്സറിയിൽ നിന്നാണ് തെങ്ങ് തൈ വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടി വാർഡ് തലത്തിൽ മെമ്പർമാർ പൈസ കളക്ട് ചെയ്ത് ഇവിടെ CPF-ൽ ഏൽപ്പിക്കും. അങ്ങനെ കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു വലിയ ഭാഗ്യമാണ്. പുറത്തെങ്ങും പോയി നല്ല വിശ്വസനീയമായ തൈകൾ ലഭിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തെങ്ങ് വെട്ടിനാണ് നമ്മൾ ഒരു കർഷകന് ആനുകൂല്യം കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ആവശ്യക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ തെങ്ങിൻ തൈയുടെ ഗുണമേന്മ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൂടുതൽ തെങ്ങിൻ തൈ വേണം എന്ന് ഉള്ള ആവശ്യം ഉന്നയിക്കാറുണ്ട്. അതുകൂടാതെ നമ്മളിപ്പം നിലവിൽ ഉള്ള തെങ്ങിൻ കുറ്റികളെല്ലാം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പറിച്ചു മാറ്റിക്കൊണ്ട് തെങ്ങിൻ തൈ വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കർഷകർക്ക് നിന്ന് കവറിലാക്കാത്ത തെങ്ങിൻ തൈയാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ 300ഓളം തെങ്ങിൻ കുറ്റികൾ പറിച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ സർവേ എടുത്തു കഴിഞ്ഞു. അതിന്റെ പണി ഉടനെ തുടങ്ങുകയാണ്. ഒരു കാര്യം, ഈ പഞ്ചായത്തിൽ നിന്ന് ഈ തൈയൊന്നും പുറത്തു പോകത്തില്ല. ഇപ്പൊ ഇത് കണ്ട 2 തൈ ആവശ്യപ്പെട്ട ഉണ്ടാകില്ല. ഇവിടെ തന്നെ അതെ, പ്രസിഡന്റ് പറഞ്ഞു. ഇത്തിരി മുമ്പ് കൂടെ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് പറഞ്ഞു തൈ കൊടുത്ത് കളയരുത്, ഇവിടെ ഉണ്ടാകണം, നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യത്തിനുള്ള തൈ ഇതുപോലെ വിത്ത് തേങ്ങ കൊണ്ടുവന്ന് പാകി അവരും നല്ലൊരു സന്ദേശമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ 6-ാം വാർഡിലെ 52 തെങ്ങ് വെട്ടുമാറ്റുന്നതിന് വേണ്ടിയിട്ട്, രോഗബാധിത തെങ്ങ് വെട്ടിമാറ്റി പുതിയ തെങ്ങിൻ തൈ നടുന്നതിന് വേണ്ടി കർഷകരെ 52 തെങ്ങിൻ തൈയുടെയും പൈസ തന്നിരിക്കുകയാണ്. അതിൽ നമ്മുടെ CPF-ന്റെ പ്രസിഡന്റ് സുകുമാര സാറിനെ അതിന്റെ പൈസ ഏൽപ്പിക്കുകയാണ്.
ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.